ഹലോ ഡിയേഴ്സ്, അപ്പോൾ ഇത് എൻ്റെ ഓട്ടം കണ്ട വിചാരിക്കും അവിടെ ആരോ ഉരുണ്ട് തട്ടി വീണിട്ട് എണീപ്പിക്കാൻ വേണ്ടി ഓടുന്നതാണ്. അതൊന്നുമല്ല, ഞാൻ മാങ്ങ വെറുക്കാനുള്ള ഓട്ടത്തിലാണ്. അമ്മേൻ്റെ വീട്ടിൽ പോയപ്പോൾ തങ്കു പറഞ്ഞു, മാമൻ്റെ മോള് പറഞ്ഞു, അവിടെ മാങ്ങയുണ്ട്, പറമ്പിലൊക്കെ വീഴാൻ തുടങ്ങിയിട്ട് കുഞ്ഞു കുഞ്ഞു മാങ്ങ നമുക്ക് പെറുക്കിയാലും. പിന്നീട് അങ്ങോട്ടൊരു പെറുക്കൽ മത്സരമായിരുന്നു. കുറേ കാലത്തിന് ശേഷമാണ് ഞാനിങ്ങനെ പെറുക്കുന്നത്, വേണമെങ്കിൽ പറയാൻ പറ്റും. അപ്പോൾ ഇത് അവൾ എന്നെ കൂട്ടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി നമ്മൾ രണ്ടുപേരും കൂടി പെറുക്കാൻ തുടങ്ങി. പക്ഷേ പകുതിയിലേറെയും നല്ല കേടുള്ള മാങ്ങയായിരുന്നു കേട്ടോ. അപ്പം തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല ശരിക്കും, പക്ഷേ എന്നാലും നമ്മളൊരു ആക്രമണത്തിന് നമ്മൾ ഓടിപ്പോയി പെറുക്കിയതാണ്. അപ്പോൾ നമ്മുടെ പെറുക്കൽ മത്സരത്തിനിടയിൽ നമുക്ക് കുറച്ചൊക്കെ നല്ല നല്ല മാങ്ങ കിട്ടി, കുറച്ചത്ര നല്ലതൊന്നും അല്ലായിരുന്നു. മേലോട്ട് നോക്കുമ്പോൾ ഇല്ലേ കുറേ മാങ്ങ കാണും, പക്ഷെ താഴോട്ട് നോക്കുമ്പോൾ ഒന്നും ഉണ്ടാവില്ല. പിന്നെ മാമി അത് ഞങ്ങളോട് പറഞ്ഞ മാങ്ങ അത്യാവശ്യം വീഴാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ല കുഞ്ഞി കടുക്കാച്ചി മാങ്ങയില്ലേ, നിങ്ങളുടെ നാട്ടിൽ ആ മാങ്ങയ്ക്ക് നിങ്ങൾ എന്താ പറയുക, കുഞ്ഞി മാങ്ങയില്ലേ നമ്മൾ ഇങ്ങനെ കടിച്ച് തിന്ന മാങ്ങ, കടുക്കാച്ചി മാങ്ങ, ഞങ്ങളതിന് കടുക്കാച്ചി മാങ്ങ, നാട്ടുമാങ്ങ, അങ്ങനെ പല പേരുകളുണ്ട്. ഇവൾ ഓരോന്ന് പെറുക്കി എനിക്ക് കൊണ്ടുത്തരും. ഞാനത് മണത്ത് നോക്കി കേടാന്നൊക്കെ പറഞ്ഞ് ചാടുവേ. അപ്പോൾ അതിനുശേഷം പിന്നെയും അവൾ പെറുക്കി കൊണ്ടുത്തരുന്ന സെയിം മാങ്ങ തന്നെ ആയിരിക്കും, ഞാൻ കളഞ്ഞ തന്നെ ആയിരിക്കും പിന്നെയും പെറുക്കുന്നുണ്ടാവുക. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് പിടിച്ച് കയറ്റി. അപ്പോൾ തങ്കു പറഞ്ഞ് ബേക്കിലത്തെ പറമ്പിൽ കുറച്ചും കൂടി സെറ്റാണ്, കുറച്ചും കൂടി മാങ്ങ ഉണ്ടെന്ന് തോന്നുന്നു, നമുക്ക് അവിടെയും കൂടി ഒന്ന് പോയി നോക്കാം. എന്നിട്ട് നമ്മളത് ബാക്കേപ്പുറം വന്നു കേട്ടോ. ബാക്കിലത്തെ പറമ്പിൽ കുറേ കാലമായി ഞാൻ ഇതിലൂടെയൊക്കെ ഒന്ന് നടന്നിട്ട്, എന്തെങ്കിലും ഒരു ആവശ്യത്തിന് എന്നോട് അതൊന്നും എടുത്തരും ഇതൊന്നും എടുത്തരും എന്ന് ചോദിച്ചാൽ ഞാൻ ആ പറമ്പത്തെ ഞാൻ പോകില്ല, ആ പരിസരത്ത് ഞാൻ പോകില്ല. ഇതിപ്പോൾ എനിക്ക് മാങ്ങ വേണമെന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് ഞാനിങ്ങനെ നടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ തങ്കു പറയുന്നുണ്ട്, ഇത് അമ്പിളിയേച്ചി ചക്കയൊക്കെ ഉണ്ടല്ലോ അവിടെ, നമുക്കെന്താ ചക്കേൻ്റെ അടുത്ത് പോയി ഫോട്ടോ എടുത്താലോ, ചക്കേൻ്റെ അടുത്ത് പോയി വീഡിയോ എടുത്താലോ. പിന്നെ നമ്മൾ അങ്ങ് എത്തലായിരിക്കും, അവൾ ചക്കയൊക്കെ നോക്കുന്നുണ്ട്. അതിനുശേഷം പിന്നെ മുകളിലോട്ട് നോക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്നു കുറേ മാങ്ങ കേട്ടോ. പക്ഷേ ഞങ്ങൾക്ക് മാങ്ങയൊന്നും പിന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അവിടെ നിന്ന് 1-2 കെട്ട മാങ്ങയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇതും കൊണ്ട് നമ്മൾ ഉള്ളത് കൊണ്ട് ഓണം പോലെ ഇങ്ങോട്ട് പോകുന്നു. ലാസ്റ്റ് ഞങ്ങൾക്ക് നല്ല പഴുത്തെന്ന് പറയാൻ ഒന്നങ്ങനെ കിട്ടിയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ അധികം പറഞ്ഞങ്ങ് വലിച്ചു നീട്ടുന്നില്ല കേട്ടോ വീഡിയോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ കുട്ടിക്കാലത്താണെങ്കിലും ഇപ്പോഴാണെങ്കിലും മാങ്ങ പെറുക്കാത്ത ആരും ഉണ്ടാവില്ല അല്ലേ. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് എല്ലാവരും പഴയ പെറുക്കിയ കാലങ്ങളൊക്കെ ഒന്ന് അയവർക്കിക്കോളൂ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടമായി, ലൈക്ക്, ടാറ്റാ, ബൈ ബൈ, സീ യു.